എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുന്നു, എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ശ്രീകുട്ടി. അപ്പൊ നമ്മൾ ഇന്ന് സീരീസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ പഠിക്കുന്നത് തന്നെ ആ സീരീസിലെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാറ്റേൺ നോക്കി വെക്കുക ദിശ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ എന്താ ക്ലാസ് നമ്മൾ പഠിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ഒന്നും സീരീസിൽ വരണം എന്നില്ല. പക്ഷെ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പാറ്റേൺ ഒക്കെ കിട്ടും. അപ്പൊ ആ പാറ്റേൺ വെച്ച് നമുക്ക് ഒത്തിരി എന്താ ഹയർ ലെവലിലൊന്നും വരില്ല, നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് തന്നെ വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എത്ര ടൈപ്സ് സീരീസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ ടൈപ്പ് സീരീസ് ഉണ്ട്? ഒന്ന് ന്യൂമറിക് സീരീസ് ഉണ്ട്, ഇല്ലേ? നമ്പേഴ്സ് ഉള്ള ന്യൂമറിക് സീരീസ് അല്ലെങ്കിൽ നമ്പർ സീരീസ്. രണ്ട് ആൽഫബറ്റിക് സീരീസ് ഉണ്ട്, ഇല്ലേ? നമ്പർ സീരീസ് ഉണ്ട്, ആൽഫബറ്റിക് സീരീസ് ഉണ്ട്. അമ്മു ഗുഡ് മോർണിംഗ്. പിന്നെ ഏതാ ഉള്ളത്? നമ്പർ സീരീസും ആൽഫബറ്റിക് സീരീസും പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ വരുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? അപ്പൊ ആദ്യം നമുക്ക് നമ്പർ സീരീസ് ഉണ്ട്, പിന്നെ നമുക്ക് ആൽഫബറ്റിക് സീരീസ് ഉണ്ട്, പിന്നെ ആൽഫ ന്യൂമറിക് ഉണ്ട്, പിന്നെ നമുക്ക് എന്തുണ്ട്? ആൽഫ ന്യൂമറിക്, പിന്നെ കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ്. ഓക്കെ റോസേ ഗുഡ് മോർണിംഗ്. കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സീരീസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എളുപ്പമാണ്, നമ്മുടെ മെന്റൽ എബിലിറ്റി ആണിത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം, നിങ്ങൾ ചെയ്യാം. 13, 24, 26 അല്ല 46, 90, 178. അടുത്ത നമ്പർ ഏതാണ്? 13, 24, 46, 90, 178. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ 354, ഓപ്ഷൻ ബി 266, ഓപ്ഷൻ സി 364, ഓപ്ഷൻ ഡി 344. ചെയ്തോ? ആദ്യം നിങ്ങൾ ഇതിൽ എന്ത് ചെയ്ത് നോക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണോ എന്ന് ആദ്യം നോക്കും, ഇല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണോ എന്ന് നോക്കും. അപ്പൊ എന്ത് കിട്ടും? 24-ൽ നിന്ന് 13 കുറയ്ക്കുന്നു. 24-ൽ നിന്ന് 13 കുറയ്ക്കുമ്പോ എന്ത് കിട്ടി? 11 കിട്ടി. അടുത്ത 24-ൽ നിന്ന് 46, 46 കൂട്ടുമ്പോ എന്ത് കിട്ടും? 46 മൈനസ് 24 എന്ത് വന്നു? 22 എന്ന് കിട്ടി. ഇനി 90 മൈനസ് 46 എന്ത് കിട്ടി? 90 മൈനസ് 46 33. ഏതാ? 44 എന്ന് കിട്ടി. 90 മൈനസ് 46 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 44 എന്ന് കിട്ടി. അടുത്തത് 178 മൈനസ് 90, 178 മൈനസ് 90 എന്ത് കിട്ടി? 88 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പം ഇതെല്ലാം എന്താ വന്നേക്കുന്നത്? ഇതിന്റെ 11ന്റെ ഡബിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യാ? കൂട്ടി വരിക, അല്ലേ? അപ്പൊ 11 ഇൻറ്റു 2 ആണ് 22, 22 ഇൻറ്റു 2 ആണ് 44, 44 ഇൻറ്റു 2 എത്രയാണ്? 88. എങ്കിൽ 88 ഇൻറ്റു 2 എത്രയാണ്? 176, അല്ലേ? 176. എങ്കിൽ 178ന്റെ കൂടെ ഇനി എത്ര കൂട്ടണം? 176 കൂട്ടണം. 178ന്റെ കൂടെ 176 കൂട്ടണം. അപ്പൊ എന്ത് കിട്ടി? 7 7 14, 300 8 6 വരും. 7 7 14, 354 എന്ന് വരും, ഇല്ലേ? 354 എന്ന് വന്നു. ക്ലിയർ ആണോ? ഇങ്ങനെ ഇത് ഒരു മെത്തേഡ്. ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഇനി ഒരു മെത്തേഡും കൂടെ പറയാം, നിങ്ങൾക്ക് ഏത് മെത്തേഡിലും ചെയ്താൽ മതി. ഞാൻ ആ ഒരു മെത്തേഡും കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതൊന്ന് ചിന്തിക്കണം എന്നുള്ള ഒരു ഐഡിയ വരുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഈ മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇനി വേറെ മെത്തേഡ് ഇതിൽ ചെയ്തവരുണ്ടോ? പൊന്നൂസേ, വേറെ മെത്തേഡിൽ ഇത് ചെയ്തവരുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ചാ ഇത് 13, ഇത് 24. ചില പ്രോബ്ലം ഇങ്ങനെ ആയിരിക്കും വരുന്നത്, അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നേ ഉള്ളേ. അപ്പൊ നോക്ക്, 13 ഇൻറ്റു
എത്രയാണ് 26 അല്ലെ 13 × 2 26 26ൽ നിന്ന് 2 കുറച്ചപ്പോൾ എന്ത് കിട്ടി 24 കണ്ടോ അടുത്തത് 24 × 2 എത്രയാണ് 48 48ൽ നിന്ന് 2 കുറച്ചപ്പോൾ 46 അടുത്തത് 46 × 2 മൈനസ് 2 വരും 46 × 2 എത്രയാണ് 92 ആണോ 92 92 മൈനസ് 2 90 അടുത്തത് എന്ത് വന്നു 90 × 2 എന്ത് കിട്ടി 150 അതേ മൈനസ് 2 എന്താ കിട്ടി 178 എന്ന് കിട്ടിയോ ഇതേപോലെ 178 × 2 എത്ര വരും 356 അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 354 എന്ന് കിട്ടി ക്ലിയർ ആണോ ഇങ്ങനെ ചിന്തിച്ചൂടെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ ഓക്കെ ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ 12 25 53 111 229 അടുത്ത സംഖ്യ ഏതാണ് നിങ്ങൾ തന്നെ പറഞ്ഞോ ശരിയാ പൊന്നൂസേ ഇത് നോക്ക് ഇത് ഐഡിയ കിട്ടിയോ ചെയ്യാൻ ഐഡിയ കിട്ടാത്തവരുണ്ടോ ഇത് കണ്ടിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 12 × 2 24 24ന്റെ കൂടെ 1 കിട്ടുമ്പോൾ എന്ത് കിട്ടി 25 അല്ലേ അടുത്തത് 25 × 2 എന്ത് കിട്ടി 50 എന്തോ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ അതിന്റെ കൂടെ എന്ത് കൂട്ടിയപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 3 കൂട്ടി അപ്പൊ അടുത്തത് എന്ത് വരും 53 × 2 എത്ര കിട്ടും 106 അതിന്റെ കൂടെ എത്ര കൂട്ടിയപ്പോൾ 111 കിട്ടി 5 കൂട്ടിയപ്പോൾ അപ്പൊ ഉറപ്പായിട്ടും അടുത്തത് എന്ത് കൂട്ടിയാൽ മതി 7 കൂട്ടിയാൽ മതി അല്ലെ 111 × 2 പ്ലസ് എന്ത് വരും 7 എന്ത് കിട്ടി 229 ഇനി അടുത്ത എന്താ ഉള്ളത് 229 × 2 പ്ലസ് എത്ര കൂട്ടണം 9 കൂട്ടണം അപ്പൊ ആൻസർ എന്ത് കിട്ടി 229 × 2 9 2 18 258 458 ഇല്ലേ 458ന്റെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര കിട്ടി 467 കിട്ടിയോ 467 കിട്ടിയോ എല്ലാവർക്കും ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് 1 1 3 9 6 36 10 100 ഡാഷ് 225 ഈ കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് എന്ന് വേണ്ടോ 1 1 അടുപ്പിച്ചടുപ്പിച്ച് വന്നത് ഇത് ചിലവർക്കാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എഴുതാം പിന്നെ അതിന്റെ കറക്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം അനീഷ അമ്മുവും പൊന്നും ചെയ്തു ശ്രീകുട്ടി ഇതെന്ത് വരും 1ന്റെ സ്ക്വയർ ആണ് 1 3ന്റെ സ്ക്വയർ ആണ് 9 6ന്റെ സ്ക്വയർ ആണ് 36 10ന്റെ സ്ക്വയർ ആണ് 100 അങ്ങനെയാണെങ്കിൽ എന്തിന്റെ സ്ക്വയർ ആണ് 225 15ന്റെ സ്ക്വയർ ആണ് 225 ആൻസർ 15 കിട്ടിയോ
ഓക്കെ, ഇനി എല്ലാ കേസിലും ഇങ്ങനെ സ്ക്വയർ വരണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ സീരീസ് ഇങ്ങനെ വരുമ്പോഴേ 1 1 3 9 6 36 10 100 -225 ഇങ്ങനെ നമ്മൾ എടുക്കാം ഇല്ലേ? ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ നിങ്ങൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ഉള്ളത് കൂടുതലും ഇത് ഡബിൾ സീരീസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നിടവിട്ടത് തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമായിരിക്കും ഇതിന്റെ ഒരു 90% പ്രോബ്ലം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സീരീസ് ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് സീരീസ് അങ്ങ് എഴുതുക. എന്താണ്? 1 3 6 10 ഇല്ലേ? 1 3 പിന്നെന്താണ്? 6 10. ഇനി അടുത്ത എന്തോ ഉണ്ട് അല്ലേ? ഇനി സെക്കൻഡ് സീരീസ് അങ്ങ് എഴുതണം. സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത് ഏതാണ്? 1 9 36 100 225. ഇത് നോക്കിയാൽ തന്നെ അറിയാം. 1ന്റെ 1 3ന്റെ സ്ക്വയർ 9 6ന്റെ സ്ക്വയർ 36 10ന്റെ സ്ക്വയർ 100 15ന്റെ സ്ക്വയർ 225 ഇങ്ങനെയും കിട്ടും. ഇനി നിങ്ങൾ വേറൊരു രീതി ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ബന്ധം എല്ലാ പ്രോബ്ലം ഇങ്ങനെ സ്ക്വയർ വേണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ മറ്റേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. അപ്പൊ എന്താ? ഇതിന്റെ കൂടെ എത്ര കൂട്ടി? 2 കൂട്ടി. ഇതിന്റെ കൂടെ എത്ര കൂട്ടി? 3 കൂട്ടി ഇല്ലേ? ഇതിന്റെ കൂടെ എത്ര കൂട്ടി? 4 കൂട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്ര ആയിരിക്കും കൂട്ടേണ്ടത്? 5 ആയിരിക്കില്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടാം? 15 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെ വേണേലും ചിന്തിക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രോബ്ലം പല രീതിയിലായിരിക്കും ഇത് വരിക. അപ്പൊ നമ്മളെല്ലാം എല്ലാ മെത്തേഡും എങ്ങനെയൊക്കെ വരാമെന്നുള്ള എല്ലാം കൂടെ ഒന്ന് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ആ പ്രോബ്ലം ചെയ്യാം. അതിനു വേണ്ടിയാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ റോങ് ടൈം ഏതാണെന്ന് പറയണം. 1 2 4 8 16 32 64 96. ഇതിൽ റോങ് ടൈം ഏതാണ്? 4 ആണോ 32 ആണോ 64 ആണോ 96 ആണോ? എന്തോ പൊന്നസേ? 32 കേട്ടോ. 32 32. അമ്മൂന് കിട്ടി. നമ്മുടെ റോസ് പ്രോട്ടോ എന്തേ? ഓപ്ഷൻ 32 വന്നില്ല. ഇതെങ്ങനെ ചെയ്യാം? ചെയ്തോ. ഈ പ്രോബ്ലം ചെയ്യാൻ നല്ല രസമല്ലേ? ഈ മെന്റൽ എബിലിറ്റി പ്രോബ്ലം അല്ലേ എളുപ്പം? എന്താ വരിക? ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്തേ? 1 into 2 ഇല്ലേ? 1 into 2 2 into 2 4 into 2 8 into 2 16 into 2 13 into 2 64 into 2 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 96 ആണോ കിട്ടണ്ടേ? 136 കിട്ടണം അല്ലേ? 64 അല്ലേ? അപ്പം 128 കിട്ടണം. 128 കിട്ടണം. 128 കിട്ടണം. 136 128 കിട്ടണം. ഞാൻ 96നെ നോക്ക. അപ്പൊ 96 വന്നത് എന്താണ്? ഇവിടെ റോങ് ആണ് അല്ലേ? ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ എല്ലാരും ചെയ്യുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചാലേ നമുക്ക് ഇനി ഇപ്പൊ ഈ 1 ആണോ തെറ്റ് എന്ന് ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ? 2 raised to 0 1 ആണ്. 2 raised to 1 2 2 square 4 2 cube 8 2 raised to 4 16 2 raised to 5 32 2 raised to 6 64 2 raised to 7 ആണ് വരേണ്ടത് 128. ആൻസർ എന്ത് വന്നു? 96. ഈ രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിക്കാം.
ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തരാമേ. 1 5 5 9 7 11 11 15 12 17. ഓപ്ഷൻ വേണ്ടാലോ, നിങ്ങൾ തന്നെ പറഞ്ഞു. 1 5 5 9 7 11 11 15 12 17. ശരിയാ ശ്രീകുട്ടി. ഇത് കിട്ടാത്തവരുണ്ടോ? റോസിന്റെ അടക്കമൊന്നുമില്ലല്ലോ. കിട്ടാത്തവരുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് സീരീസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ആയിട്ട് അങ്ങ് എഴുതുക. ഫസ്റ്റിൽ എന്താ 1, മാക്സിമം അങ്ങനെ ചെയ്ത് നോക്കുക. 1 5 ഇല്ലേ, 1 5, പിന്നെ ഏതാ ഉള്ളെ 7, പിന്നെ ഏതാ ഉള്ളെ 1 5 7 കഴിഞ്ഞ 11, പിന്നെ ഏതാ ഉള്ളെ 13 അല്ല 12, ഇത്രയും വന്നു. ഇനി സെക്കൻഡ് സീരീസ് ഏതാണ്? 5 9 11 15 17 എന്ന് വന്നു. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. 1ഉം 5ഉം കൂടെ എത്ര ഡിഫറൻസ്? 4 അല്ലേ? 4. 5ഉം 7ഉം കൂടെ എത്ര ഡിഫറൻസ്? 2. 7ഉം 11ഉം കൂടെ എത്ര ഡിഫറൻസ്? 4. അങ്ങനെയാണെങ്കിൽ 4 2 4 വന്നു. അടുത്ത ഏതാ വരേണ്ടത്? 2 ആണ് വരേണ്ടത്. അപ്പൊ 11ന്ന് 2 കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ വരേണ്ടത്? ഇവിടെ 13 ആണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ ആൻസർ എന്താ വന്നേക്കുന്നേ? 12. അപ്പം അവിടെ തന്നെ അത് തെറ്റി. ഇനി ഇത് തന്നെയാണോ നമുക്ക് ഉറപ്പിക്കാൻ വേണമെങ്കിൽ ഇതും കൂടെ നോക്കാം. 5ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 9, 9ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 11, 11ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 5 4, ഈ 5 4 9, 9ഉം 2ഉം 11, പിന്നെ 11ഉം 4ഉം 15, 15ഉം 2ഉം 17. കണ്ടോ, 4 2 4 2 എന്നുള്ള സീരീസ് ആണ് ഇത്. അപ്പൊ ഇത് ഇത്രയും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ 4 2 4 2 തെറ്റിയത് ഏതാണ്? ഈ 13 എന്നുള്ളതാണ് അല്ലെ? 13 ആയിരുന്നു അവിടെ വരേണ്ടത്. നമ്മുടെ ആൻസർ എന്താ വന്നത്? 12 ആണ് വന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ 6 50 402 332 18. അടുത്ത നമ്പർ ഏതാണ് പറഞ്ഞേ? അടുത്ത നമ്പർ ഏതാണ്? 6 50 402 32 18. കിട്ടുന്നുണ്ടോ? ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്തായാലും ഇതെന്ത് ചെയ്യാ, കൂട്ടി പോവല്ല അല്ലേ? എന്തായാലും 6ഉം 50ഉം കൂടെ നമുക്ക് പിന്നെയും കൂട്ടാം. പക്ഷെ 50ഉം 402ഉം ഡിഫറൻസ് എത്ര പോവും?
402 332 18 എത്ര പോവും? ഒത്തിരി അങ്ങ് പോവും. അപ്പൊ അതല്ല, അത് നമ്മൾ ഉറപ്പിച്ചു. ഉറപ്പിച്ചോ? കൂട്ടുകയല്ല എന്ന് ഉറപ്പിച്ചു. ഇനി ഇതിന്റെ ഏതെങ്കിലും സ്ക്വയർ ആണോ? 50ന്റെ സ്ക്വയർ എത്ര വരും? 2500 ആണ് വരുന്നത്. അപ്പൊ അതല്ല. 6ന്റെ സ്ക്വയർ 36 ആണ് വരുന്നത്. അപ്പൊ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇനി നമുക്ക് എന്ത് വരാം? മൾട്ടിപ്ലിക്കേഷൻ വരാം, ഇല്ലേ? ഇനി ഇത് നമുക്ക് നോക്കണ്ടെന്നോ, എന്തൊക്കെയോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞു സംഖ്യ ആദ്യം എടുക്കാൻ നിൽക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ഇച്ചിരി വലിയ സംഖ്യ തന്നെ എടുത്തു നോക്കാം. കാരണം കുഞ്ഞു സംഖ്യ എടുത്താൽ നമുക്ക് പല രീതിയിലും 50നെ എത്തിക്കാം. അപ്പൊ ഇത് നോക്ക, ഈ 50ഉം 400ഉം തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കേ. ഈ 50ഉം 400ഉം തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? നമ്മളത് നോക്കാണ്. എന്തേലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400ഓ 402ഓ ആ ഒരു രീതിയിൽ വരുന്നുണ്ടോ? ആ ഉണ്ട്. ഏതാണ്? 50 × 8 അല്ലെ? 400 പ്ലസ് എന്ത് ചെയ്തു? 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 402 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് നോക്കാം? ഇതിനെ ഇതേപോലെ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്തു? 402 × 8 പ്ലസ് 2 എന്ത് കിട്ടുന്നുണ്ട്? 402 × 8 32 16 കിട്ടുന്നുണ്ട് അല്ലെ? 32 16 2 കൂട്ടുമ്പോൾ 32 18 കിട്ടി. കിട്ടിയോ? കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം. 6 × 8 6 8 48 അല്ലെ? 6 × 8 പ്ലസ് 2 അതും എന്ത് തന്നെ കിട്ടി? 50. അപ്പൊ നമ്മുടെ പാറ്റേൺ എന്ത് കിട്ടി? നമ്മുടെ നമ്പർ ഏതാണോ അതിനൂടെ 8 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നത്? 2 കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? 32 18 × 8 പ്ലസ് എന്ത് ചെയ്താ? 2 ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് കിട്ടും? എത്ര കിട്ടി? 32 18 × 8. ഇത്രയും കിട്ടിയില്ലേ? 25 774 കിട്ടിയില്ലേ? അതിലൂടെ 2 കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 25 746 കിട്ടി. കിട്ടിയോ? പാറ്റേൺ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നൊരു കാര്യം ചെയ്യണം നിങ്ങൾ. ഇനി ഒരു വർക്ക് എഴുതുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു 5 പാറ്റേൺ 5 ക്വസ്റ്റ്യൻ എഴുതി നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. എല്ലാവരും പല ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എവിടുന്നോ ഒരു 5 ക്വസ്റ്റ്യൻ എഴുതി നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. കിട്ടാത്തവർ അവരവർ എന്നിട്ട് ആൻസർ ഇടണം. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ വേണം ഇടാൻ കേട്ടോ. ഒരു ഗെയിം പോലെ ആക്കാം. അപ്പൊ അതിനൊരു സമയം പറ. ആ സമയത്ത് എല്ലാരും കൂടെ കൂടിയിരിക്കുക ചെയ്യാം. ഏത് ടൈം പറ്റും നിങ്ങൾക്ക്? ഞാനും അപ്പൊ പറ്റുമെങ്കിൽ വരാം. രാത്രി മതി. രാത്രി എത്ര മണിക്ക് വേണം? 8 മണിക്ക്. എല്ലാരും 8 മണിക്ക് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇന്ന് രാത്രി 8 മണിക്ക് എല്ലാവരും ഒരു 5 ക്വസ്റ്റ്യൻ ഒപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഒരു പേപ്പറിൽ ഫോട്ടോ ഇടുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ആൻസർ അയക്കാം കേട്ടോ. അപ്പൊ അത്രയും പാറ്റേൺ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഒരാൾ 5 ക്വസ്റ്റ്യൻ, നമ്മുടെ കയ്യിൽ 10 പേരുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്ട്രാ കിട്ടിയില്ലേ? അതിനു വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, മറക്കല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3 6. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെ വേണേലും അടിച്ചാൽ മതി. ഇതിനായിട്ട് എന്റെ ഇരിക്കുന്ന നമ്മുടെ മാജിക് മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലും ഒന്നും ഇല്ല പാറ്റേൺ. ഞാൻ പലയിടത്തുനിന്ന് തപ്പിക്കൊണ്ടുവന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. 3 6 18 72 360. അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ വേണോ? A 1296, B 2160, C 2254, D 4329. എളുപ്പമാണ്, ഒറ്റ നോട്ടത്തിൽ എഴുതാൻ പറ്റും.
എല്ലാവർക്കും കിട്ടി. ഇതിനകത്ത് എന്ത് നോക്കിയാൽ മതി? 3 × 2 6, 6 × 3 18, 18 × 4 72, 72 × 5 360. അങ്ങനെയാണെങ്കിൽ 360 × 6 എത്രയാണ്? 2160. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 5 9 21 37 81. അടുത്ത സംഖ്യ ഏത്? കിട്ടിയില്ല? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണോ? A 153, B 150, C 158, D 151. നമുക്ക് ഇതിലെ മാക്സിമം പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം കേട്ടോ. നമ്മളെന്തോ 25 40 ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്തോ തുടങ്ങിയതാണ്. ഇത് 100 ക്ലാസ് ആയാലും തീരില്ല എന്ന് തോന്നുന്നു. പ്രിലിംസിന്റെ മാത്സ്. ഹോംവർക്ക് ആയിട്ട് തന്നാലേ നിങ്ങൾക്ക് ഈ പാറ്റേൺ ഒക്കെ ഞാൻ ഹോംവർക്ക് തന്നാൽ നിങ്ങൾക്ക് കിട്ടുമോ? തീർക്കണമെങ്കിൽ ഞാൻ തീർക്കാം. എനിക്ക് ക്ലാസ് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. നോക്കു പിള്ളേരെ, ഈ 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോ 9. 9ഉം എത്രയോ കൂട്ടുമ്പോഴാണ് 9 10 11 കൂടെ കൂട്ടുമ്പോ ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലേ? ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലേ? 12 ആണോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഓക്കെ 12. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? അപ്പൊ അതല്ല ബന്ധം. അപ്പൊ ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 5 × ഇതൊക്കെ ഇച്ചിരി ചിന്തിക്കേണ്ട പ്രോബ്ലം. 5 × 2 10. 10ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. കിട്ടിയോ? കിട്ടി. ഇനി 9ഉം 21ഉം തമ്മിൽ നോക്കിയാൽ 9 × 2 18. 18ന്റെ കൂടെ 3 കൂട്ടുന്നതല്ലേ 21? അതും കിട്ടി. ഇനി നമുക്ക് നോക്കാം. 21 × 2 എത്രയാണ്? 42 ഇല്ലേ? 42ന്റെ കൂടെ എത്ര കുറയ്ക്കുമ്പോഴാണ് 37? -5. അപ്പൊ എന്താ വന്നേക്കുന്നത്? മൈനസും പ്ലസും പാറ്റേൺ ആണ്. എന്ത് ചെയ്യാ? പാറ്റേണിന്റെ കൂടെ എന്താ വരിക? ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. 1 3 5. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 7 കൂട്ടുക എന്നുള്ളതല്ലേ അടുത്തത് എന്നുള്ളത്? 7 കൂട്ടുക എന്നുള്ളതല്ലേ? എന്തിന്റെ കൂടെ? 37 × 2. നോക്ക, മേലോട്ട് എഴുതാമേ. 37 × 2 + 7 എത്ര കിട്ടി?
81 ആണോ കിട്ടിയേ? ആണ് അല്ലേ? 74 + 7 81 ആണ് കിട്ടുന്നത്. അടുത്ത എന്ത് വന്നു? 80. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും വരിക? 81 × 2 -9 ആയിരിക്കും വരിക, ഇല്ലേ? അതെല്ലാം വരുള്ളൂ. 162 നിന്ന് 9 കുറയ്ക്കുമ്പോൾ 153 കിട്ടും, ഇല്ലേ? കിട്ടിയില്ലേ? അപ്പൊ ഇതൊക്കെ ഞാൻ ഹോംവർക്ക് എന്നാൽ ശരിയാവില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഓരോ മോഡലും നമ്മൾ നോക്കി വെക്കുക കേട്ടോ. ഏറ്റവും പാടുള്ള വന്നാലും ഇതൊക്കെ റെയിൽവേയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റെയിൽവേ SSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ പറയണോ? ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഇവിടെ ഒന്ന് എഴുതി കാണിക്കാമോ? 5, 9, 21, 37, 81 അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 2 -1. അപ്പൊ എന്ത് കിട്ടി? 10 - 1 9 കിട്ടി. അടുത്ത എന്ത് വന്നു? 9 × 2 18. 18ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 21. അടുത്ത എന്ത് വന്നു? 21 × 2 മൈനസ് എന്ത് വന്നു? 5 37. ഇനി 37 × 2 എന്ത് കിട്ടി? +7 81. അടുത്ത എന്നല്ലേ ഉറപ്പായിട്ടും എന്തേ വരുള്ളൂ? 81 × 2 മൈനസ് അല്ലേ വരുള്ളൂ? മൈനസ് പ്ലസ്. ഇനി മൈനസ് അല്ലേ വരുള്ളൂ? എത്ര കൂട്ടണം? 1 3 5 7. അടുത്ത ഏതാണ്? 9. ആൻസർ എന്ത് കിട്ടും? 153. കിട്ടിയോ? ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെ പാറ്റേൺ വരാം കേട്ടോ. ഇങ്ങനെ വേണേലും ചോദിക്കാം. പിന്നെ ആദ്യം പാറ്റേൺ കിട്ടി ഇച്ചിരി ടഫ് ആണെങ്കിൽ അതും വെച്ചോണ്ടങ്ങ് ഇരിക്കരുത് കേട്ടോ. സമയം കളയരുതേ ഒത്തിരി അങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. -240 -120 40 10 2. ഈ നമ്പറിന്റെ പാറ്റേൺ കണ്ടുപിടിക്കാം. ഓപ്ഷൻ വേണോ? വേണ്ട. വേണോ? 120 240 220 100. എങ്ങനെ കിട്ടി ശ്രീകുട്ടി? ചെയ്തോ? ഇത് നോക്ക്. ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാരും കേട്ടോ. ഇത് നോക്ക്. ഇതേ 240. ഈ 240 ഇങ്ങനെ എന്താ കുറഞ്ഞു കുറഞ്ഞു പോവാ. അത് ഭയങ്കര ഒരു ഡിക്രീസ് ആണ്. അപ്പൊ എന്തായാലും കുറയ്ക്കോ കൂട്ടിയോ ഒന്നും അല്ല അവിടെ. പിന്നെ അവിടെ എന്ത് വരാം? ഡിവിഷൻ വരാം. അപ്പൊ 240 എന്തോ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ സംഖ്യ കിട്ടി. ഈ സംഖ്യനെ എന്തോ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അങ്ങനെ പോവാം. അപ്പൊ ഈ ഡിവിഷന്റെ ഓപ്പോസിറ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ. കാരണം ഇവിടെ സെക്കൻഡ് ടൈമാ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് പാറ്റേൺ അറിയണമെങ്കിൽ നമ്മൾ എവിടുന്ന് നോക്കുക? ഇവിടുന്ന് നോക്കുക. അപ്പൊ 2 × എത്ര നോക്കുമ്പോൾ 10 കിട്ടും? 2 × 5 നോക്കുമ്പോൾ 10 കിട്ടും. 10 × എത്ര നോക്കുമ്പോൾ 40 കിട്ടും? 10 × 4 നോക്കിയപ്പോൾ 40 കിട്ടി. അടുത്ത 40 × എത്ര നോക്കിയപ്പോൾ 120 കിട്ടി? 40 × 3 ആണ് 120. അങ്ങനെയാണെങ്കിൽ 120 × 2 നോക്കിയപ്പോൾ എത്ര കിട്ടണം? 5 4 3 2 വരുമ്പോ ഇവിടെ എന്ത് കിട്ടി? 240 കിട്ടണം. ഇനി 240 × എന്തേ നോക്കാവുള്ളൂ? 1 കിട്ടണം. 1 കിട്ടിയപ്പോൾ എന്ത് കിട്ടി? 240 തന്നെ കിട്ടി. എല്ലാവർക്കും കിട്ടിയോ ഈ പ്രോബ്ലം? കിട്ടിയോ?
അടുത്ത ക്വസ്റ്റ്യനെ 1 1 3 6 5 11 7. നാളെയും ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് നെറ്റ് ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ലല്ലോ. നാളെ അതുകൊണ്ട് ക്ലാസ് ഉണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ട് ക്ലാസ്. എല്ലാരും വരിക കേട്ടോ. തേഴ്സ്ഡേ ആണെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കല്ലേ. നാളെ നമ്മള് ആൽഫബറ്റിക് സീരീസ് ആയിരിക്കും. അപ്പൊ ഇതിലും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണത്. എളുപ്പമാണ് സംഭവം, പക്ഷെ നമുക്ക് ആ നമ്പേഴ്സ് എഴുതാൻ അറിയില്ലല്ലോ. അത് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു വിടാം. ഇതെന്ത് വരും? ഇതിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും ആയിട്ട് എഴുതാം. നമുക്ക് ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസും. ഇതിൽ 1 3 5 7. 1 3 5 7. അടുത്ത എന്ത് വരും? 1 6 11. അടുത്ത നമ്പർ ഏത്? അപ്പൊ ഈ സീരീസ് എങ്ങനെ വന്നു? ഇത് മാത്രം നോക്കിയാൽ മതി. ഈ സീരീസ് നമ്മൾ നോക്കാം. 5 1 6, 5 6 11. അങ്ങനെയാണെങ്കിൽ 11 + 5 എത്ര കിട്ടി? 16 കിട്ടി. ആൻസർ ആയി. ഇതെന്ത് വന്നു? 1 + 2 3, 3 + 2 5, 5 + 2 7. കണ്ടോ? അപ്പൊ ആൻസർ എന്താ കിട്ടിയ? എവിടെ? 16 കിട്ടി. കിട്ടിയോ? കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 8 48 16 96 32 ഡാഷ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. എളുപ്പമാണ്. എന്താണ്? രണ്ട് രീതി കണ്ടുപിടിക്കാം. ഇത് 1 8 8 × 2 16 16 × 2 അല്ലേ? ഇനി 48 48 × 2 അല്ലേ? 96 96 × 2 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? 192 കിട്ടി. ഇനി വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. എന്ത് കിട്ടി? 8 48 16 96 32. നമ്മൾ ഈ ചെയ്ത മോഡൽ ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊക്കെ സീരീസ് വരാമെന്നുള്ളത്. 8 × 3 ആണ് 48 അല്ലേ? 8 × 6 ആണ് 48. 6 8 48. 48 ഡിവൈഡ് ബൈ എത്രയാണ്? 16 3 അല്ലേ? ഓക്കെ. 16 × 6 എത്രയാണ്? 96 ആണ്. 96 ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 96/3 32 ആണോ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 32 × 6 എത്രേ? 32 × 6 എത്ര കിട്ടി? 192 എന്ന് കിട്ടി. ഇങ്ങനെയും ചിന്തിക്കാം കേട്ടോ. എങ്ങനെ വേണേലും നമ്മുടെ പ്രോബ്ലം കയറി വരാം. കിട്ടി? അടുത്ത ക്വസ്റ്റ്യൻ 0 1 3 7 15 dash 63 ചെയ്തു.
കിട്ടിയോ? ഇതെങ്ങനെ കിട്ടിയേ? നമുക്ക് ഇവിടെ എഴുതാം 0 + 1 1 ആണ്, 1 + 2 3 ആണ്, 3 + 4 7 ആണ്. ഇനി എന്താ 7 + 8 15 ആണ്. അങ്ങനെയാണെങ്കിൽ 15 പ്ലസ് എന്ത് വരും 16 2 4 8 16 എത്ര കിട്ടി 31 31 പ്ലസ് 32 63 എന്ന് കിട്ടി. ഇത് ഒരു മെത്തേഡ്. ഇങ്ങനെയാണോ എല്ലാരും ചെയ്തത്? ഒരു മെത്തേഡൂടെ പറയട്ടെ. ഇങ്ങനെയല്ല ചെയ്തത്. ഓക്കെ. ഇനി വേറൊരു മെത്തേഡ് നമുക്ക് എങ്ങനെ എഴുതാം? 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻0 എത്രയാണ്? 2⁻0 1 ആണ്. 1ൽ നിന്ന് 1 കുറയ്ക്കുന്നത് 0. അടുത്തത് 2⁻1 2 ആണ്. -1 എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് 2² 4 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നത് 3 ആണ്. അടുത്തത് 2³ 8 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നത് 7 ആണ്. 2⁻4 16 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 15 കിട്ടി. അടുത്തത് അപ്പൊ എന്ത് കിട്ടും? 2⁻5 32 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 31 കിട്ടി. കിട്ടിയോ? ഇങ്ങനെ ആരെങ്കിലും ചെയ്തായിരുന്നോ? ഇനിയുണ്ടോ ഇങ്ങനെ ചെയ്ത ശ്രീകുട്ടി? ഇങ്ങനെ വേണേലും ചിന്തിക്കാം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനെ, അത് സത്യത്തിൽ PSC ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. റെയിൽവേയുടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രാവശ്യം എന്തോ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്ക്. ചുമ്മാ നമുക്ക് ചെയ്ത് പഠിച്ചേക്കാം. 1/81 1/54 1/36 1/24. അടുത്ത സംഖ്യ ഏത്? ഇനിയും ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഓപ്ഷൻ വേണോ? 1/52 1/9 1/60 1/80. അല്ല, ഇങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇതൊരു GP ആയിരിക്കും കേട്ടോ, ജോമെട്രി പ്രോഗ്രഷൻ ആയിരിക്കും. അപ്പൊ ഇത് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം? റേഷ്യോ ബാക്കിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എന്താണ്? nth ടേം. റേഷ്യോ കണ്ടുപിടിക്കേണ്ട GPയുടെ എങ്ങനെ? rth ടേം ബൈ nth ടേം ബൈ n-1th ടേം എന്നാണ്. nth ടേം ബൈ n-1th ടേം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേമിൽ നിന്നും അതിന് തൊട്ട് മുമ്പുള്ള ടേം. എന്ത് കിട്ടി? 1/24 ബൈ എന്ത് കിട്ടി? 1/36. ആൻസർ എന്ത് കിട്ടി? 36/24. എത്ര കിട്ടി? 12 3 36 12 3/2 എന്ന് കിട്ടി. ഇനി അടുത്തടുത്ത രണ്ട് അടുത്ത നോക്കുമ്പോ എന്ത് കിട്ടി? 1/36 ബൈ 1/54. അപ്പൊ എന്ത് കിട്ടി? 54/36. അതും എന്ത് കിട്ടി? നമുക്ക് റേഷ്യോ 3/2 എന്ന് കിട്ടി. ആണല്ലോ. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള നോക്കിയാലോ? 1/54 ബൈ 1/81. എന്ത് കിട്ടി? 81/54. അതും എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സംഖ്യ, എല്ലാ റേഷ്യോ എന്താണ് ഇവിടെ? 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത സംഖ്യ എന്ത് തന്നെ വരുള്ളൂ? 3/2ന്റെ
റേഷ്യോ വരുള്ളൂ. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 1/24 ഇൻറ്റു 3/2. എത്ര കിട്ടി? 1/16 എന്ന് കിട്ടി. 1/16 കിട്ടിയോ? ഇത് നിങ്ങൾ കണ്ടു പേടിക്കൊന്നും വേണ്ട കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ആൽഫബറ്റ് സീരീസ്. ഇനി ഞാൻ നമ്പർ സീരീസിലെ പ്രോബ്ലം മിക്സ് ആയിട്ട് ചെയ്യിപ്പിക്കാം. ഇനി ബാക്കി ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരുവിധം മെത്തേഡ് മനസ്സിലായോ? ഇനി ആൽഫബറ്റ് സീരീസ് ഒന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ ആൽഫബറ്റ് സീരീസ്, നമ്മൾ ആൽഫബറ്റ് സീരീസ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എഴുതുന്നത് ABCD എഴുതി നോക്കുക അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എഴുതത്തില്ലേ? അങ്ങനെ എഴുതുന്നവര് ഇങ്ങനെ തന്നെ എഴുതി പോവാ കേട്ടോ. ഇങ്ങനെ എഴുതി പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതൊരു മെത്തേഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ നമ്പേഴ്സ്, ഈ ഓരോന്നിന്റെ നമ്പേഴ്സ് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എപ്പോഴും നമ്മൾ ഈ ഒരു കോഡ് പഠിച്ചു വെക്കുക. ഈ ജ്യോതി ഈ എന്താ 5, 10, 15, 20, 25. ക്ലിയർ ആണോ? ഈ ഒരു നമ്പരും അറിഞ്ഞിരിക്കണം നമുക്ക്. അപ്പൊ അത് വെച്ചതാണെങ്കിൽ നമുക്കറിയാം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഖ്യകൾ പെട്ടെന്ന് അറിയത്തില്ലേ? അപ്പൊ ഞാനാണെങ്കിൽ ഈ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾക്ക് എസ് എന്ന് പറഞ്ഞാൽ ഉടനെ 19 ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ വേണം. അങ്ങനെയാണെങ്കിൽ കുറെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ലെവലൊന്നും പോകണ്ട, പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണെന്ന് നമ്മുടെ മനസ്സിൽ വേണം. മനസ്സിലായോ? ഇപ്പൊ B എന്ന് പറഞ്ഞാൽ 22 ആണെന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് അത്രയും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പൊ ഞാനാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും എന്ന് അറിയാൻ വേണ്ടി ഇന്നലെ ഒരു യൂട്യൂബ് നോക്കി. അപ്പൊ യൂട്യൂബ് നോക്കിയപ്പോ അവര് പറഞ്ഞ ഒരു ട്രിക്ക് ഞാൻ എഴുതി കാണിക്കാം. എഴുതട്ടെ? ഒരു മിനിറ്റ്. ഇപ്പൊ കുറെ എങ്കിലും അക്ഷരങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പിന്നെ നമുക്ക് പ്രാക്ടീസും കൂടെ ആവുമ്പോ എന്ത് ചെയ്യാം, നമുക്ക് ഈ എഴുതി നോക്കി ABCD മൊത്തത്തിൽ എഴുതുന്ന പരിപാടി അങ്ങ് നിർത്താം. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഇത്ര അക്ഷരങ്ങൾ അറിയാം. ഈ ജ്യോതി അറിയാം, ഈ ജ്യോതി അറിയാം. അതെന്താ 5, 10, 15, 20, 25. ഇനി ലാസ്റ്റ് XYZ അങ്ങ് പഠിക്കാം. XYZ എന്ത് കിട്ടും? 24, 25, 26. അതറിയാലോ. ഇനി ABCD എല്ലാവർക്കും അറിയാം. ABCD എന്താണ്? 1, 2, 3, 4 അല്ലേ? ഇനി ഈ വരെ നമുക്കറിയാം. ഇനി നമുക്ക് എന്താ ഉള്ളേ? F, G, H, I, J. ഇത് ഇത്രയും പഠിക്കണ്ടേ? F, G, H, I, J. അപ്പം ഈ 5 ആവാം, ഈ F നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്തെന്ന്? 6 തന്നെ കിട്ടും. ഇനി ഈ G കണ്ടോ? ഈ G കണ്ടോ? ഇങ്ങനെ എഴുതുമ്പോ നമുക്ക് ഇങ്ങനെ 7 പോലല്ലേ തോന്നിക്കുക? നോക്ക്, 7 പോലല്ലേ തോന്നിക്കുക? G എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 7. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ ഓർത്തിരിക്കും, കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട, ഞാൻ പെട്ടെന്നൊന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടി? 7. ഇനി ഈ H കണ്ടോ? ഈ H ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് അതെന്തായി പോയി? 8 ആയി. മനസ്സിലായോ? 7, 8. ഇനി I എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞക്ഷര I എഴുതിയ കണ്ടോ? ഇതെന്തായി? 9 ആയി. പിന്നെ നമുക്ക് J നമുക്കറിയാം എന്താണ്? 10. കിട്ടിയോ? ഇത് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിച്ചേക്കട്ടെ. നമ്പര് C എന്താ പറഞ്ഞേ? C കമന്റ് ചെയ്തേ. C 3. G എന്ത് കിട്ടും? G 7. H എന്ത് കിട്ടി? H 8.
I എന്ത് കിട്ടി? 9. J എന്ത് കിട്ടി? ഈ ജ്യോതി 10. E എന്ത് കിട്ടി? 5. F എന്ത് കിട്ടി? 6. അപ്പൊ ഏകദേശം ഒന്ന് കിട്ടുന്നുണ്ടോ? അക്ഷരങ്ങൾ കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ ഉടായ്പ നോക്കാം കേട്ടോ. നോക്കട്ടെ. അപ്പൊ ജെ കിട്ടി. അപ്പൊ FGHIJ കിട്ടി. ഇനി നമുക്ക് എന്തോളെ? KLMN. ഇതൊക്കെ ഉടായ്പ വഴിയല്ലേ പഠിക്കുന്നേ? OP ഇല്ലേ? ഉടായ്പോന്ന്. ഇത് നോക്ക്, K ആണ്. ഈ K നെ നമുക്ക് ഇങ്ങനെ ഒരു 11 എന്നൊക്കെ എഴുതിക്കൂടെ? നോക്ക, K 11 ഇല്ലേ? K എന്ന് പറഞ്ഞാൽ 11. ഇനി നമ്മുടെ L കിടക്കുന്നത് 12. ആ പുള്ളി പറഞ്ഞു തന്നെ കേട്ടോ, ഇത് എന്റെ കോഡല്ല, ഞാനൊരു സാറിനത് കണ്ടതാണ് കേട്ടോ. ഒരു ഹിന്ദിയിൽ ഒരു സാറ് പറയുന്നുണ്ട് 12 L എന്നൊരു ഇത് ഉച്ചാരണം വരുന്നില്ലേ? 12. അപ്പൊ അതെന്തായിരിക്കും? 12. L 12 കേട്ടോ. കിട്ടിയോ? ഇനി M എന്ന് പറയുന്നത് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 3 അല്ലേ? M എന്ന് പറയുന്നത് 3 അല്ലേ കിട്ടുക? M. അപ്പൊ എന്ത് കിട്ടി? 13. കിട്ടിയോ? N നെ നമുക്ക് എങ്ങനെ എഴുതാം? 14. പിന്നെ നമ്മുടെ O നമുക്കുണ്ട് 15. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? കിട്ടി. ഇനി നമ്മുടെ P നോക്ക്. P. ഈ P നമ്മുടെ 6 പോലെ കിടക്കുമല്ലേ? കണ്ടോ? 6 തിരിച്ചിരുന്നല്ലേ P വന്നത്. അപ്പൊ അതെന്ത് വന്നു? 16. അപ്പൊ ഞാൻ ഒന്ന് മുമ്പത്തെ പോലെ ഒന്ന് ഏതെങ്കിലും ഒരു അക്ഷരങ്ങൾ നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. M എന്ത് കിട്ടി? M 13. G എന്ത് കിട്ടി? G 7. H എന്ത് കിട്ടി? 8. I എന്ത് കിട്ടി? 9. പിന്നെ L എന്ത് കിട്ടി? L 12. K എന്ത് കിട്ടി? N എന്ത് കിട്ടി? P എന്ത് കിട്ടി? അപ്പൊ നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ചല്ലോ. ഇനി ബാക്കി നമുക്ക് നോക്കാവേ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ എവിടെ വരെയായിരുന്നു? KLNOP വരെ കിട്ടി. ഇനി ഉള്ളത് QRSTUVW. പിന്നെ XYZ നമുക്കറിയാം. XYZ എന്തുവാണെന്ന് മുമ്പേ പറഞ്ഞേ? 24, 25, 26 അല്ലേ? XYZ 24, 25, 26 ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് Q. അപ്പൊ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ Qന്റെ താഴെ ഇങ്ങനെ ഒരു വള്ളിയല്ലേ, ഇങ്ങനെയല്ലേ കിടക്ക. ഈ Qനെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്കൊരു 7 പോലെ എഴുതാം. അതുകൊണ്ട് ഇത് 17. നമ്മുടെ 6നെ നമ്മൾ അന്ന് അടച്ചു കഴിഞ്ഞാൽ 8, 18. ഈ S-നെ നമ്മൾ ഇങ്ങനെ ഒന്ന് അടച്ചാൽ 9, 19. കിട്ടിയോ? പിന്നെ T നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ആണെന്ന്. ഇത്രയും കിട്ടിയോ? Qനെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ 7, 17. S-നെ Q 6 കഴിഞ്ഞ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ 8 ആവും, 18. S-നെ നമ്മൾ ഇങ്ങനെ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ 9, 19. T-നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 20. QRST ഇത്രയും കിട്ടിയോ? ഓക്കെ. ഇനി നമ്മുടെ UVW. നിങ്ങൾ നോക്ക്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ യുണീക്ക്. യുണീക്ക് ആണ്. യുണീക്ക്. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 1. യുണീക്ക് 1 ആണ്. ഇനി V. നമ്മൾ ഇങ്ങനെ V കാണിക്കുന്ന എന്താണ്? വിക്ടറി 22. 2 അല്ലേ? ഇങ്ങനെ കാണിക്കില്ലേ? അപ്പൊ 22. W എന്ന് പറയുന്നത് നമ്മുടെ 3 പോലെ കിടക്കുമല്ലേ? വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 23. അങ്ങനെയാണെങ്കിൽ W 23 ആണെങ്കിൽ നമുക്ക് M എന്ത് കിട്ടും? W 23 ആണെങ്കിൽ പിന്നെ 3 പോലെ കിടക്കുന്ന വേറൊന്നും ഏതാണ്? M 13.
അപ്പൊ ഇത്ര ഏകദേശം ഒരു ഐഡിയ ആയോ എല്ലാവർക്കും? ഇനി നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒത്തിരി സമയം എടുത്തില്ല, ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല അല്ലെ? അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പൊ ഒന്ന് അക്ഷരം എഴുതി നോക്കട്ടെ, ഏത് പരുവായിന്ന്. എത്രയൊക്കെ കിട്ടിയാൽ മതി കേട്ടോ, നമുക്ക് ഇതിൽ കൂടുതലൊന്നും കിട്ടിയേ വേണ്ട. ഇത്രയും നമ്മൾ കാണാതെ പഠിക്കേ വേണ്ട, ഇത്ര ഒന്ന് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും, എനിക്കറിയാം. നോക്കാം. ക്യൂ പറഞ്ഞേ. ക്യൂ 17 ആണെങ്കിൽ എം എത്രേ? 13. ആർ എത്രേ? 18. പി എത്രേ? പി 16. ഓക്കെ, P16 വന്നു. വി എത്രേ? വിക്ടറി വി. യു എത്രേ? 21. ഓക്കെ, പിന്നെന്താണ്? എൻ എത്രേ? എൻ 14. എസ് എത്രേ? എസ് ഇങ്ങനെ അടച്ചു 90. ജി എത്രേ? 7. ഐ എത്രേ? 9. കിട്ടി? ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു പ്രോബ്ലം ഇടാവേ. ഇനി നമുക്ക് നമ്മൾ ഈ അക്ഷരം എഴുതി നോക്കുന്ന പരിപാടി നിർത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതി നോക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ അക്ഷരം വെച്ചൊന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. ഫസ്റ്റ് സീരീസ് എഴുതാൻ പോവാണേ. AZ GT MN ഡാഷ് YB. നിങ്ങൾ നമ്പർ പറഞ്ഞോ. എ എന്ന് പറയുന്നത് എത്രയാണ്? എ നിങ്ങൾ ആദ്യം നമ്പർ പറ. നമുക്ക് ഇത് ആദ്യം നമ്പർ എഴുതി പഠിക്കാം. 1. Z എത്രേ? 26. ജി എത്രേ? 7 ടി എത്രയാണ്? ടി ഇജോതി ടി 20 ഇജോതി. എം എത്രേ? N 14 ആണല്ലോ. ഇനി ഡാഷ് ഉണ്ട്. വൈ എത്രേ? വൈ 25. ബി എത്രേ? 2. ഇനി നമ്മൾ ഈ നമ്പർ സീരീസ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാണേ. അപ്പൊ ഞാൻ മുമ്പ് എഴുതി കാണിച്ചിട്ടില്ലായിരുന്നോ? നമ്മള് ABCD നമ്മൾ എഴുതിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്പർ എഴുതാൻ കിട്ടിയില്ലോ, എളുപ്പമായിട്ട് കിട്ടിയില്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 1ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 7, 7ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 13. അങ്ങനെയാണെങ്കിൽ 13ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 19. നമ്മുടെ 19 എന്ന് പറയുന്ന നമ്പർ എത്രയാണ്? യെസ് ആണ്. കിട്ടി? ഇനി ഇതെന്താണ്? 26ന്റെ കൂടെ 6 കുറച്ചപ്പോൾ 20, 20ന്റെ കൂടെ 6 കുറച്ചപ്പോൾ 14, 14ന്റെ കൂടെ 6 കുറച്ചപ്പോൾ 8 അല്ലേ? 6 കുറച്ചപ്പോൾ 8. 8 എന്ന് പറയുന്ന ഏത് സംഖ്യയാണ്? H ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? SH എന്ന് കിട്ടിയോ? എത്ര പെട്ടെന്നാ കിട്ടിയേ? നമ്മൾ അല്ലെങ്കിൽ ABCD എഴുതി നമ്മൾ എത്ര കൂട്ടണം? ഈ മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് ആർക്കെങ്കിലും തോന്നിയോ? WXYZ കിട്ടി. അപ്പൊ നമ്മൾ ഈ ABCD എഴുതുമ്പോഴേ നമ്മൾ ഇത്രയും നോക്കുക. നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് എണ്ണി തുടങ്ങും. എയുടെ കൂടെ എത്ര കൂട്ടിയപ്പോൾ ജി? 1 2 3 4 5 6 വീണ്ടും കൂട്ടി പോവും അല്ലേ? അതാ ഒരു പ്രശ്നം. ഇനി നമ്മൾ നോക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഈ ഫോർവേഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് പൊസിഷൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പൊ എന്താണ് എ എന്ന് പറയുന്നത് 1 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 26 ആണ്. എങ്കിൽ ബാക്കിൽ നിന്ന് എയുടെ വാല്യൂ എത്രയാണ് അങ്ങനെ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ആയിട്ട് പോകുമ്പോൾ എയുടെ വാല്യൂ 1 ആണ്. ബാക്കിൽ നിന്ന് നോക്കിയാൽ എയുടെ വാല്യൂ എത്രയാണ്? ബാക്കിൽ നിന്ന് എത്രയാണ്? 26 അല്ലേ എയുടെ വാല്യൂ? 26. അതെങ്ങനെയാ കിട്ടുന്നേ? അത് നമ്മൾ ഈ എഴുതി നോക്കാതെ എങ്ങനെ കിട്ടും? നമ്മള് അങ്ങനെ തകർത്ത് വിളിയാണല്ലോ. ബാക്ക്വേർഡിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 27 നിന്ന് 1 കുറച്ചാൽ മതി. ആൻസർ എന്ത് കിട്ടി? 26 കിട്ടി. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എച്ചിന്റെ വില 8 ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? എച്ചിന്റെ വില 8 ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ബാക്ക്വേർഡിൽ നിന്ന് എച്ചിന്റെ വില എത്രയാണെന്ന് അറിയാൻ എന്നെ ഒന്നും നോക്കണ്ട, 27 മൈനസ് 8 എത്രയാണോ അതാണ് ആൻസർ. എത്ര കിട്ടും? 27 നിന്ന് 8 കുറയ്ക്കുന്നത് എത്രയാണോ അതാണ് എന്ത് ആൻസർ കിട്ടുക. മനസ്സിലായോ? കിട്ടിയോ? ഈ എമ്മിന്റെ വില 13 അല്ലേ? എമ്മിന്റെ വില 13 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 26 നിന്ന് 13 കുറയ്ക്കുന്ന എത്രയാണോ അതാണ് എന്ത് 27 നിന്ന് 26 അല്ല 27 നിന്ന് 13 കുറയ്ക്കുന്നത് എത്രയാണോ അതായിരിക്കും എന്ത് ബാക്ക്വേർഡ് പൊസിഷനിൽ നിന്നുള്ള എമ്മിന്റെ വില. അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത്രയും നോക്കിയിട്ട് വരിക. ഈ ആൽഫബറ്റ് സീരീസിന്റെ കൂടുതൽ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഹാപ്പി ആയോ? ഓക്കെ, താങ്ക് യു.